ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 65. ബൈബിളിലെ പ്രവചനങ്ങൾക്കെല്ലാം മിക്കവാറും 3 നിലയിലുള്ള പൂർത്തീകരണങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒന്ന് അംശനിവൃത്തി എന്നതാണ്, അഥവാ താൽക്കാലികമായുള്ള നിവൃത്തി. അത് അക്കാലത്തുള്ള ജനത്തിന് വചനാടിസ്ഥാനത്തിലുള്ള അടയാളമായിട്ടായിരിക്കും വെളിപ്പെടുക. മറ്റൊന്ന് അക്ഷരിക നിവൃത്തിയാണ്. അതായത് ഈ പറയപ്പെട്ട അടയാളങ്ങൾക്ക് ശേഷം തുടർന്ന് ഇതിൻ്റെ പൂർണ്ണ നിവൃത്തി ഉണ്ടാകും. അത് മിക്കവാറും അക്ഷരപ്രകാരം തന്നെ നടന്നിരിക്കും. ഇത് ചില പ്രവചനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാലങ്ങളിൽ പല നിലകളിൽ നിറവേറേണ്ട സംഭവമായിരിക്കും. മൂന്നാമത്തേതാണ് ആത്മീയ നിവൃത്തി. ഇതിനെ ആലങ്കാരികമായോ രൂപകമായോ എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. നിറവേറൽ തന്നെയായിരിക്കും അതിൻ്റെ ഫലം. ഇതിന് ഏത് കാലത്തും എപ്പോൾ വേണമെങ്കിലും അത് നിറവേറാവുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും. ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ഏത് കാലത്ത് നിറവേറേണ്ടുന്ന പ്രവചനമായാലും അതിൻ്റെ ആത്മീയ നിവൃത്തി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് നമ്മുടെ ഗുണീകരണത്തിനും ശാസനത്തിനും ബുദ്ധിയുപദേശത്തിനും മറ്റുമായി ഫലപ്പെടും. അതിനുവേണ്ടി കൂടിയാണ് പ്രവചനങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെയാണ് നാം ആത്മീക നിവൃത്തി എന്ന് പറയുന്നത്. ഈ നിലയിൽ നോക്കുമ്പോൾ ലൂസിഫറിൻ്റെ വീഴ്ചയും അതിനോടുള്ള ബന്ധത്തിൽ മുന്നോട്ടുള്ള വിഷയങ്ങളും വചനാടിസ്ഥാനത്തെ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാപം ചെയ്ത ശേഷം അവന് പല പേരുകളുണ്ടായി. ആ പേരുകൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പാപം ചെയ്തതിന് മുമ്പ് അവനുണ്ടായിരുന്ന പേര് നോക്കുമ്പോൾ ശുക്രൻ എന്നതാണ് ആദ്യമായി കേൾക്കുന്നത്. യെശയ്യാ 14:12 നമ്മളിത് കണ്ടത്. ഈ പേര് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ഗോളത്തിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് എബ്രായ ഭാഷയിൽ ഹീലേൽ എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം പ്രകാശിക്കുന്നവൻ എന്നാണ്. പകൽ നക്ഷത്രം അഥവാ ദിനതാരം എന്നും അർത്ഥം കാണുന്നുണ്ട്. അതിന് വീനസ് അഥവാ ശുക്രൻ എന്ന ഗ്രഹം എന്നും അർത്ഥമുണ്ട്. ശുക്ര നക്ഷത്രം അതൊരു നക്ഷത്രമല്ല, അത് ഗ്രഹമാണ്. സൂര്യനും ഭൂമിക്കും മധ്യേ ഭൂമിക്കടുത്തുള്ള ഗ്രഹമാണത് ശുക്രൻ. എന്നാൽ അലങ്കാര രൂപത്തിൽ ഈ പേര് വിളിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് ചിന്തിക്കാം. ഇതിൻ്റെ ലത്തീൻ രൂപമാണ് ലൂസിഫർ എന്നത്. അത് വെളിച്ചം കൊണ്ടുവരുന്നവൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് അവൻ വെളിച്ച ദൂതനായി ഒളിച്ച് കളിക്കുന്നവനായി നിൽക്കുന്നു. അവൻ തരുന്ന വെളിച്ചം അങ്ങനെയുള്ളതുമാകുന്നു. രണ്ടാമത്തെ പേരാണ് അരുണോദയപുത്രൻ. യെശയ്യാവിൻ്റെ പുസ്തകം 14:12 അത് കാണുന്നു. ഹീലേൻ അഥവാ ശുക്രൻ എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ ആ വാക്യത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അരുണോദയം എന്നതിനുള്ള എബ്രായ വാക്ക് ഷാക്കാർ എന്നതാണ്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 19:15 ഉത്തമഗീതം 6:10 ഈ ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈ വാക്ക് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഉഷസ്, അരുണോദയം എന്ന് യഥാക്രമം തർജ്ജമ ചെയ്യാവുന്നതാണ് അവയൊക്കെയും. ഇവിടെ ഇതും അലങ്കാര രൂപത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് അരുണോദയപുത്രൻ. ദൂതസൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന് വിചാരിക്കാം ഇവനെക്കുറിച്ച്. അരുണോദയം പോലെ ശോഭയുള്ളവനായിരുന്നിട്ടും അവൻ്റെ പാപം നിമിത്തം അവന് സംഭവിക്കുന്നതാണ് നമ്മൾ പിന്നിൽ കാണാനിരിക്കുന്നത്. അങ്ങനെ പാപം നിമിത്തം നഷ്ടപ്പെടുത്തിയ അരുണോദയ ശോഭ ഭാവിയിൽ കർത്താവ് തൻ്റെ മണവാട്ടിക്ക് കൊടുത്ത് തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നത് ഉത്തമഗീതത്തിൻ്റെ 6-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്.
പാപം ചെയ്ത ശേഷം ഈ ലൂസിഫറിന് പല പേരുകൾ തുടർന്ന് വന്നു. അവയിൽ ഒന്നാണ് സാത്താൻ എന്നത്. ആ ഭാഗം നമുക്ക് അടുത്തതിൽ കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.